ആദ്യം തന്നെ നിങ്ങളോട് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിച്ചിരിക്കുക, നിങ്ങൾക്ക് പുറത്ത് കറങ്ങാൻ പോകാൻ ഇഷ്ടമാണോ? അപ്പോൾ ഒരുപാട് പേര് അതിന് കമൻറ്റ് ചെയ്തു കേട്ടോ. ഒത്തിരി താങ്ക്സ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഡൽഹിയിലുള്ള ഒരു സദർ മാർക്കറ്റിൽ പോയതാണ്. ഇനിയിപ്പോൾ മാർക്കറ്റിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു പേടിയാണ്. കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചതല്ല. നമ്മൾ പുറത്ത് പോയപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കാൻ എനിക്ക് പൊതുവേ പുറത്ത് കറങ്ങാൻ പോകുന്ന വലിയൊരു ഇഷ്ടമുള്ള ഒരാളല്ല. വീട്ടിലിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ പുറത്തിങ്ങനെ കറങ്ങാനൊക്കെ പോയി അപ്പോൾ കിട്ടുന്ന ഒരു വൈബൊക്കെ വെച്ച് ഇപ്പം നമ്മൾ കൂടുതൽ പുറത്തേക്കൊക്കെ പോകാനുള്ളൊരു ഇഷ്ടം കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ആണ് നിങ്ങൾക്കറിയാലോ ഡൽഹിയിൽ അത്രയും വലിയൊരു സ്ഫോടനമാണ് നടന്നത്. ശരിക്കും നമ്മൾ ഡൽഹിയിൽ നിൽക്കുമ്പോൾ ഇത് നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഭീകരത എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. നമ്മുടെ രാജ്യം തന്നെ നടുങ്ങിപ്പോയൊരു സംഭവമാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവം തന്നെയാണ് നടന്നത്. മരണപ്പെട്ടവരായാലും അതുപോലെ തന്നെ ആശുപത്രിയിൽ കിടക്കുന്നവരായാലും നമുക്കൊരു വേദന തന്നെയാണ്, തീരാവേദന തന്നെയാണ് അവരുടെ എല്ലാം അവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും കഴിഞ്ഞ മാസം ഞങ്ങൾ ഈ ചാന്ദിനി ചൗക്ക്, അതായത് ഈ ബ്ലാസ്റ്റ് നടന്നതിൻ്റെ ആ ഒരു സ്ഥലത്ത് ഞങ്ങൾ ലേഡീസ് ഓൺലി അവിടെ പോയി ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചിട്ട്, അതായത് ഒരു ഉച്ചയ്ക്ക് 1 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് രാത്രി 10 മണിക്കാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നത്. ശരിക്കും അതിൻ്റെ ഒരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വേണമെങ്കിൽ വീഡിയോയുടെ എൻഡിലോ അല്ലെങ്കിൽ ഐക്കാർഡിലോ ഞാൻ കൊടുക്കാം. അപ്പോൾ ശരിക്കും ഞങ്ങളൊക്കെ ഞെട്ടിത്തരിച്ചു പോയി. ഇപ്പോൾ രാജ്യം തന്നെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ താമസിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അത് എത്രത്തോളം ആഘാതം ഏൽപ്പിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം ഇനി എങ്ങോട്ടെങ്കിലും പോകാൻ തന്നെ ഇപ്പോൾ ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ തണുപ്പ് തുടങ്ങി വരുന്ന സമയമാണ്. അപ്പോൾ തണുപ്പിന് അതിന് അത്യാവശ്യം നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പം ഇതുപോലുള്ള ഒരുപാട് മാർക്കറ്റുകളുണ്ട്. ചാന്ദിനി ചൗക്ക്, സരോജിനി മാർക്കറ്റ്, കരോൾ ബാഗ്, അങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ ഡൽഹി എന്ന് പറയുന്നത് ഇതുപോലുള്ള ഷോപ്പിംഗ് മാർക്കറ്റുകൾ കൂടുതലുള്ള സ്ഥലമാണല്ലോ. നാട്ടിലുള്ള സെലിബ്രിറ്റീസ് പോലും ഇവിടെ വന്ന് ഡൽഹിയിൽ വരുന്ന ഓരോരുത്തരും ഈ സരോജിനി മാർക്കറ്റിലൊക്കെ പോയിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിശാലടി ചേട്ടൻ്റെ ഒരു റീൽസ് കണ്ട്, അതിൽ മഞ്ജു ചേച്ചി സരോജിനി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഒരു ഷർട്ട് വാങ്ങിക്ക്, അതിട്ടിട്ട് നമ്മുടെ നാട്ടിലൊരു പരിപാടിക്ക് വന്നിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ആ ഒരു മാർക്കറ്റിൽ പോകാനും നമ്മളിപ്പോൾ ഡൽഹിയിൽ നിൽക്കുമ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടായില്ല അങ്ങോട്ടൊക്കെ പോകണമെന്ന്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ധൈര്യത്തിൽ പോകുന്നുള്ളൊരു ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ പുറത്തേക്കുള്ള കറങ്ങാൻ പോക്ക് ഒരു ഇഷ്ടപ്പെട്ട് വരുന്നപ്പോൾ തന്നെ അതൊരു നിർത്തേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. ശരിക്കും നല്ല ടെൻഷനുണ്ട്. ഇനി ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ഇനി എങ്ങനെ ഷോപ്പിങ്ങിന് പോകും. ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ച് പോകുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളും ഒരുപാട് സന്തോഷവും തരുന്ന ഒരു നിമിഷമായിരുന്നു. ഇവിടെ നമ്മളിപ്പോൾ ഡൽഹിയിൽ ഈ തണുപ്പിലും നമുക്ക് മനസ്സൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. കാരണം നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല, നമുക്കൊരു എൻജോയ്മെൻറ്റും ഇല്ല. കാരണം തണുത്ത് വിറച്ച് നിൽക്കുകയെന്ന് കൂടാതെ പൊല്യൂഷനും